Hello, this is Murli Verma with you from Salons Trading Hub. ഇന്ന് നേട്ടത്തിൽ തുടങ്ങിയെങ്കിലും നിഫ്റ്റി എല്ലാം ഭയങ്കര ചാഞ്ചാട്ടത്തിലായിരുന്നു. ഒരു വോളട്ടൈൽ മാർക്കറ്റായിരുന്നു. സ്റ്റീല്, IT, ഓഹരികൾ എല്ലാം നേട്ടത്തിലായെങ്കിലും ഭാരത് രസായൻ ഇടിവിലായിരുന്നു. രൂപ ഇന്നും ദുർബലം തന്നെ. അനുകൂല ഘടകങ്ങൾ എന്ന് മറ്റ് വിപണികൾ കണക്കാക്കിയ ഘടകങ്ങൾ ഇന്ത്യൻ വിപണിയെ ഇന്ന് രാവിലെ ഉത്സാഹിപ്പിച്ചില്ല. തുടക്കത്തിൽ നന്നായി ഉയർന്ന ശേഷം ചെറിയ നേട്ടത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. തീരുവയുടെ കാര്യത്തിൽ ട്രംപിന് ലഭിച്ച തിരിച്ചടി ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ നേട്ടത്തിന് വഴി തെളിക്കും എന്ന വിശ്വാസം വിപണിക്കില്ല. ട്രംപിൻ്റെ തീരുവ ഇന്ത്യയെ വലുതായി ബാധിച്ചിരുന്നുമില്ല. അതിനാൽ അതിലെ ആശ്വാസവും വലിയ കാര്യമല്ല എന്നാണ് വിപണിയുടെ ഒരു വിലയിരുത്തൽ. വിപണി തുടക്കത്തിൽ 0.5% ഉയർന്ന ശേഷം നേട്ടം കുറയ്ക്കുകയാണ് ഉണ്ടായത്. സെൻസെക്സ് ആവട്ടെ 81,816 വരെയും നിഫ്റ്റി 24,889 വരെയും ഉയർന്ന ശേഷം നേരെ താഴത്തേക്ക് കൂപ്പുകുത്തുകയാണ് ഉണ്ടായത്. 24,677 വരെ പോയിരുന്നു. നമുക്ക് നോക്കാം നിഫ്റ്റിയെക്കുറിച്ച്. പിന്നെ ട്രംപിൻ്റെ പകരം തീരുവ കോടതി റദ്ദാക്കിയത് സ്റ്റീൽ, IT കമ്പനികൾക്ക് മികച്ച നേട്ടവും നൽകി. ഇൻഫോസിസ് ഓഹരി 2% ഉയർന്നത്. കീടനാശിനികളും മറ്റും നിർമ്മിക്കുന്ന ഭാരത് രസായൻ 4ാം പാദ റിസൾട്ടിനെ തുടർന്ന് 10% വരെയാണ് ഇടിഞ്ഞത്. പിന്നീട് നഷ്ടം കുറയ്ക്കുകയും ചെയ്തു. കാസ്ട്രോൾ ഇന്ത്യയുടെ ബിസിനസ് വിൽക്കാൻ ശ്രമം നടക്കുന്നതായ റിപ്പോർട്ട് ഓഹരിയെ 6% ഉയർത്തിയത്. മാർജിനും പ്രവർത്തന ലാഭവും വർദ്ധിപ്പിച്ച വെൽസ്പൺ കോർപ്പറേഷൻ ഓഹരി 5% ഉയർന്നു. ലാഭവും ലാഭമാർജിനും ഗണ്യമായി വർദ്ധിപ്പിച്ച അവന്തി ഫീഡ്സ് ഓഹരി 4% ഉയർന്നത്. ഈ ധനകാര്യ വർഷം ഇന്ത്യൻ കമ്പനികളുടെ ലാഭ വളർച്ച കഴിഞ്ഞ വർഷത്തേതിലും അല്പം കുറവാകുമെന്ന് ബാങ്ക് ഓഫ് അമേരിക്ക സെക്യൂരിറ്റീസ് വിലയിരുത്തി. ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപ പ്രവാഹത്തിൻ്റെ പാരമ്യം കഴിഞ്ഞു എന്നാണ് അവർ കണക്കാക്കുന്നത്. വിപണി ഈ വർഷം സമാഹരണ ദശയിലാകും എന്നും അവർ പറയുന്നു. രൂപ ഇന്ന് ദുർബലമായിരുന്നു. ഡോളർ 14 പൈസ കൂടി 85.50 രൂപയിൽ ഓപ്പൺ ചെയ്ത് പിന്നീട് 85.52 രൂപയായി. സ്വർണ്ണമാവട്ടെ ലോക വിപണിയിൽ ഔൺസിന് $3,275 വ്യാപാരം നടത്തിയത്. കേരളത്തിൽ സ്വർണം പവന് 320 രൂപ കുറഞ്ഞ് 71,160 രൂപയുമായി. ക്രൂഡ് ഓയിൽ വില ഉയരുകയാണ് ഉണ്ടായത്. ബ്രൻറ്റിനും ബാരലിന് $65.72 ആ വാദവും വിപണി സ്വീകരിച്ചില്ല. ഇന്ന് കൂടുതൽ താഴ്ചയിലേക്ക്. കോൾഗേറ്റ് ഓഹരി 5% ഇടിവ് നേരിട്ടത്. ഏത് വാദമാണെന്ന് നമുക്ക് നോക്കാം. വിപണി കൂടുതൽ താഴേക്ക് നീങ്ങുകയാണ്. പാശ്ചാത്യ വിപണികളിൽ നിന്ന് ഫണ്ടുകൾ പിന്മാറുമ്പോൾ ഇന്ത്യൻ വിപണിക്ക് വലിയ നേട്ടം ഉണ്ടാകുമെന്ന വാദമാണ് വിപണി സ്വീകരിച്ചതായി കാണാത്തത്. 1% വരെ താഴ്ന്ന മുഖ്യ സൂചികകൾ പിന്നീട് നഷ്ടം കുറച്ചെങ്കിലും സ്മോൾ ക്യാപ്പ് 100 സൂചിക നേരിയ കയറ്റം കാണിച്ചപ്പോൾ മിഡ് ക്യാപ്പ് 100 താഴ്ചയാണ് കാണിച്ചത്. പ്രതീക്ഷയ്ക്ക് ഒപ്പമെത്തിയ 4ാം പാദ റിസൾട്ടിനെ തുടർന്ന് വിദേശ ബ്രോക്കറേജ് CLSA ONGCയുടെ ലക്ഷ്യവില 360 രൂപയായി ഉയർത്തുകയും വാങ്ങൽ ശുപാർശ നൽകുകയും ചെയ്തു. ജഫ്രീസ് 375 രൂപയാണ് ലക്ഷ്യവില നിശ്ചയിച്ചത്. ഓഹരി 2% താഴ്ന്നത്. കണക്കുകളിലെ അപാകതകൾ പരിഹരിച്ചെന്ന് അവകാശപ്പെട്ട് വലിയ നഷ്ടം കാണിച്ച ഇൻഡസ്ഇൻഡ് ബാങ്ക് റിസൾട്ടിനെ തുടർന്ന് 4% താഴ്ന്നു. പിന്നീട് ഓഹരി 2.5% നേട്ടത്തിലുമായി. വിറ്റുവരവും ലാഭമാർജിനും ഗണ്യമായി കുറഞ്ഞ കോൾഗേറ്റ് ഓഹരി 5% ഇടിഞ്ഞു. ITC, HUL തുടങ്ങി മറ്റ് FMCG കമ്പനികളും ഇന്ന് താഴ്ചയിലാണ്. FMCG മേഖലാ സൂചിക 1.4% താഴ്ന്നത്. IT ഓഹരികൾ ഇന്നും വീണ്ടും താഴ്ചയിലായി. ടെക് മഹീന്ദ്ര, HCL ടെക്, ഇൻഫോസിസ് തുടങ്ങിയ 2% ഇടിഞ്ഞു. 4ാം പാദത്തിലെ ലാഭക്കുതിപ്പിനെ തുടർന്ന് NTPC ഗ്രീൻ എനർജി രാവിലെ 10% ഉയർന്നത്. പിന്നീട് നേട്ടം 6% കുറയുകയും ചെയ്തു. രൂപ ഇന്ന് നേട്ടത്തോടെ വ്യാപാരം തുടങ്ങി. ഡോളർ 4 പൈസ കുറഞ്ഞ് 85.59 രൂപയിൽ ഓപ്പൺ ചെയ്തു. 85.58 രൂപയിൽ എത്തിയിട്ട് ഡോളർ 85.67 രൂപ വരെ കയറുകയും ചെയ്തു. നമുക്ക് ചില നേട്ടത്തിലുള്ള ഓഹരിയെക്കുറിച്ച് നോക്കാം. ഓഹരി നിക്ഷേപകർക്ക് 12 ലക്ഷം കോടി നേട്ടം. എങ്ങനെ?
6 മാസത്തിനിടയിൽ കാണാത്ത മിസൈൽ കുതിപ്പിന് കാരണം വെടിനിർത്തൽ മാത്രമല്ല, പിന്നെയോ 2 ദിവസത്തെ ചെറിയ ക്ഷീണത്തിന് ശേഷം ഇന്ത്യൻ ഓഹരി വിപണി സൂചികകൾ പല തലങ്ങളിൽ കയറ്റവും ഇറക്കവും ഉണ്ടായെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് തയ്യാറായതും US-ഉം ചൈനയും വ്യാപാര കരാറിലെത്തിയതും ഇന്ധനമാക്കിയാണ് വിപണിയുടെ കുതിപ്പ് ആദ്യമുണ്ടായത്. പക്ഷേ പിന്നീട് ആ കുതിപ്പ് തുടരാൻ കഴിഞ്ഞില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തുടങ്ങിയ സംഘർഷം ശനിയാഴ്ച അവസാനിച്ചിരുന്നെങ്കിലും ഇരു രാജ്യങ്ങളിലെയും സൈന്യ ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് വെടിനിർത്തൽ തീരുമാനമായത്. ലോക വ്യാപാര ശക്തികളായ US-ഉം ചൈനയും സമവായത്തിലെത്തിയെന്ന വാർത്തകളും കുതിപ്പിന് ഒരു കാരണമായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ നടന്ന ചർച്ചയിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്താക്കിയിട്ടുമില്ല. ഇക്കാര്യത്തിൽ സംയുക്ത പ്രസ്താവന ഉടനുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇനി 12 ലക്ഷം കോടിയുടെ കാര്യം പറയാം. അതിർത്തിയിലെ സംഘർഷം രൂക്ഷമായതോടെ കഴിഞ്ഞ ആഴ്ചകളിൽ വിപണി ചെറിയ നഷ്ടം നേരിട്ടിരുന്നെങ്കിലും ചില മേഖലകളിൽ വിൽപ്പന സമ്മർദ്ദം നേരിട്ടുകയും ചെയ്തു. 2 ദിവസം കൊണ്ട് നിക്ഷേപകർക്ക് നഷ്ടമായത് ഏതാണ്ട് 7 ലക്ഷം കോടി രൂപയായിരുന്നു. വെടിനിർത്തൽ കഴിഞ്ഞെത്തിയ ആദ്യ വ്യാപാര ദിനത്തിൽ തന്നെ നഷ്ടം നികത്തിയാണ് വിപണി മറുപടി പറഞ്ഞത്. കഴിഞ്ഞ തിങ്കളാഴ്ച വ്യാപാരത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ നിക്ഷേപകരുടെ പോക്കറ്റെത്തിയത് 12 ലക്ഷം കോടി രൂപയോളമാണ്. 5 ലക്ഷം കോടി രൂപ അധികമായെത്തി. വിപണിയിലെ വിശ്വാസം വിടാതെ വിദേശികളും ഒപ്പം കൂടി. യുദ്ധസമാന സാഹചര്യത്തിലും വിപണിയിൽ വിദേശ നിക്ഷേപം തുടർന്നുകൊണ്ടേയിരുന്നു. മെയ് 9 വരെ വിദേശികൾ നിക്ഷേപിച്ചത് 14,167 കോടി രൂപയാണ്. ഏപ്രിലിൽ തന്നെ 4,221 കോടി രൂപയായിരുന്നു വിദേശികളുടെ നിക്ഷേപം. തുടർച്ചയായ 3 മാസങ്ങളിൽ ഓഹരി വിറ്റൊഴിച്ച ശേഷമായിരുന്നു തിരിച്ചുവരവ്. ജനുവരിയിൽ 78,027 കോടി, ഫെബ്രുവരിയിൽ 34,574 കോടി, മാർച്ചിൽ 3,973 കോടി രൂപ. ഇങ്ങനെയായിരുന്നു വിദേശികളുടെ വിൽപ്പന. ഇന്ത്യ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ വിപണി നേരിട്ട നഷ്ടം പിന്നീട് ശക്തമായി തിരിച്ചു വരുമെന്നാണ് ചരിത്രം പറയുന്നത്. ഇക്കുറിയും അങ്ങനെ തന്നെ നടന്നു. 1999 കാർഗിൽ യുദ്ധസമയത്ത് നിഫ്റ്റി 186 പോയിന്റുകൾ നഷ്ടത്തിലായെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. 2001 പാർലമെൻറ്റ് ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായ അതിർത്തി പ്രശ്നങ്ങളിലും വിപണിയുടെ പ്രതികരണം ഏതാണ്ട് സമാനമായിരുന്നു. 2022 റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെ വിപണിയിൽ ചാഞ്ചാട്ടവും ഉണ്ടായി. മാസങ്ങൾക്കുള്ളിൽ തിരിച്ചെത്തി. ഇന്ത്യയുടെ വികേന്ദ്രീകൃത സാമ്പത്തിക മേഖലയും, അതായത് ഡൈവേഴ്സിഫൈഡ് എക്കണോമി, ശക്തമായ പ്രാദേശിക വിപണിയുമാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇന്ത്യൻ ഓഹരി സൂചികകളെ വലിയ നഷ്ടത്തിൽ നിന്നും പിടിച്ചു നിർത്തുന്നതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇനി നമുക്ക് നാളത്തെ നിഫ്റ്റിയുടെ ഒരു പ്രഡിക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നിഫ്റ്റി ഇന്ന് 24,825 ഓപ്പൺ ചെയ്തെങ്കിലും 24,889 വരെ മാത്രമാണ് മുകളിലേക്ക് പോയത്. അതിനുശേഷം കംപ്ലീറ്റ്ലി ഒരു വൊളാറ്റൈൽ ഡേ ആയിരുന്നു. നേരെ താഴേക്ക് 24,677 വരെയാണ് പോയത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഉയർന്ന് 24,833 രൂപയോളം കയറി. ഇന്ന് ഓപ്ഷൻ കോളിനെ സംബന്ധിച്ചോളം ഒരു സീറോ ആയിരുന്നു. അതായത് 2 രൂപയിൽ നിന്നും 39 രൂപ വരെ കുതിക്കുകയുണ്ടായി. അതായത് 37 രൂപ ഒരു ലോട്ടിൽ ലാഭം. ടുഡേ നിഫ്റ്റി ഹാസ് ഓപ്പൺഡ് 24,825 and it just reached only 24,889. After that it come down to 24,677 and around 3:15 it again gone up to 24,889 and closed 24,833. Today was a closing day of derivative markets. That is why Nifty was too much volatile. It shows too much volatility. Tomorrow if Nifty open above 24,788, it will be reached 24,846. Next resistance is 24,904. After that 24,962. If it crosses 24,962, it may reach 25,079. This is the prediction of Nifty. The opposite also we have to think. If Nifty opened below 24,846, it may reach 24,788.
After breaking of the 24,788 support, it will be reached 24,730 or 24,672, even 24,614 also they can reach. This is the prediction of Nifty tomorrow. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നിഫ്റ്റി ഇന്ന് 24,833 ക്ലോസ് ചെയ്തെങ്കിലും 24,788 നല്ലൊരു സപ്പോർട്ടാണ്. അപ്പോൾ നാളെ അത് 24,846, അടുത്ത റെസിസ്റ്റൻസായ 24,904, പിന്നീടുള്ളത് 24,962, ചിലപ്പോൾ 25,079 വരെയും പോകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇനി അഥവാ 24,788 ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയാൽ 24,730, 24,672, 24,614 എന്നീ ലെവലിലേക്ക് പോയാലും അതിൽ അത്ഭുതമില്ല. Okay, then we can predict Nifty 24,900 because it today closed around 24,880, 835, something like that. So I took this 24,900 call. Okay, we can take 24,900 call. Okay, 24,900 call today open 245 and just 249 it has gone, and after that it came down to 148, then now closed 194. Okay, the support is now 167. If it is sustained, then the next resistance is 251. If crossing 251, there is another resistance 293. If it is breaking again 293, it may reach 335. If it is opening below 167, it may go to 146, after that 125, after that 104, and it may reach up to 83. Then ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് 24,900 കോളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നാളത്തെ ഇന്ന് 24,900 കോള് 245 ഓപ്പൺ ചെയ്തെങ്കിലും 249 വരെ മാത്രമേ ഹൈ പോയുള്ളൂ. 148 പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം 3:30 194 ക്ലോസ് ചെയ്തു. അപ്പോൾ നാളെ ഈ 194 മുകളിൽ ഓപ്പൺ ചെയ്താൽ അത് 251, 293, 335 എന്നീ ലെവലിലേക്കൊക്കെ പോയേക്കാം. ഇനി അഥവാ 194 അല്ലെങ്കിൽ താഴെ ഓപ്പൺ ചെയ്താൽ 167, 146, 125, 104, 83 എന്നീ ലെവലിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഇനി we can predict about 24,900 PE. 24,900 PE today opened 369 and it did not go above that. After that it has come down to 210 and now closed 218. That means if it is opening is below 218, it may go to 231, after that 277, then 323. If it is breaking 370. If it is opened below 218, it may go to 185. After that 161, after that 138, then 115, and it may go to 92 also. അപ്പോൾ 24,900 പുട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഇന്ന് പുട്ട് 369 ഓപ്പൺ ചെയ്തിട്ട് ഒട്ടും തന്നെ മുകളിലേക്ക് പോയില്ല. നേരെ 210 വരെ വന്നിട്ട് 218 ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി നാളെ 218 മുകളിൽ ഓപ്പൺ ചെയ്താൽ അത് 231, 277, 323, 370 ലെവലിലേക്ക് പോയേക്കാം. ഇനി 218 താഴെ ഓപ്പൺ ചെയ്താൽ അത് 185, 161, 138, 115, 92 അവിടം വരെയും പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. This is a prediction of Nifty call and Nifty puts. Anyway, thank you very much.